മലയാളത്തിൽ 100ഓളം ചിത്രങ്ങളിൽ അഭിനയിച്ച് മികച്ച പ്രകടനം കാഴ്ചവെച്ച നടനാണ് മോഹൻ ജോസ്. അല്പം വില്ലത്തരമുള്ള വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ മോഹൻ ജോസ് പിൽക്കാലത്ത് കോമഡി വേഷങ്ങളിലേക്കും കടന്നിരുന്നു. മോഹൻ ജോസ് എന്ന നടൻ മലയാളികൾക്ക് ഏറെ പരിചിതമുഖമാണെങ്കിലും പലർക്കും അറിയാത്ത ചില വസ്തുതകളുണ്ട്. മോഹൻ ജോസ് കേരള സൈഗാൾ എന്നറിയപ്പെട്ട പാപ്പുക്കുട്ടി ഭാഗവതരുടെ മകനാണ്. അതുമാത്രമല്ല, പിന്നണി ഗായികയായ സെൽമ ജോർജിന്റെ സഹോദരൻ കൂടിയാണ് മോഹൻ ജോസ്. പ്രശസ്ത സംവിധായകൻ KG ജോർജ് മോഹൻ ജോസിന്റെ അളിയനാണ്. മുംബൈയിൽ സർക്കാർ ജോലിക്കാരനായി ജോലി ചെയ്യുമ്പോഴാണ് മോഹൻ ജോസ് സിനിമയിലേക്ക് എത്തിയത്. 1980-ൽ ചാമരം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കുള്ള എൻട്രി. ശേഷം ജോലി രാജിവെച്ച് മുഴുവൻ സമയ സിനിമാക്കാരനായി മോഹൻ മാറി. രാജാവിന്റെ മകൻ, ഭൂമിയിലെ രാജാക്കന്മാർ, ന്യൂഡൽഹി, നായർ സാബ്, എ ഓട്ടോ, ലേലം, ക്രൈം ഫയൽ, ബ്ലാക്ക്, നേരറിയാൻ CBI, രൗദ്രം, ക്രേസി ഗോപാലൻ, തേജഫായ ആൻഡ് ഫാമിലി, അണ്ണൻ തമ്പി, റൺവേ, ബാവുട്ടിയുടെ നാമത്തിൽ, റിംഗ് മാസ്റ്റർ, ലോഹം, വെൽക്കം ടു സെൻട്രൽ ജയിൽ, തോപ്പിൽ ജോപ്പൻ, ഗാനഗന്ധർവൻ, കേശു ഈ വീടിന്റെ നാഥൻ എന്നിവയെല്ലാം ശ്രദ്ധേയമായ ചിത്രങ്ങളാണ്.